CPM എന്ന് പറയുന്ന പാർട്ടി അടവും തന്ത്രങ്ങളും കൊണ്ട് എല്ലാ കാലവും മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. കാരണം ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് മതത്തെ തൊടാൻ പറ്റത്തില്ല, വിശ്വാസത്തെ തൊടാൻ പറ്റത്തില്ല, ന്യൂനപക്ഷ വർഗീയത തൊടാൻ പറ്റത്തില്ല, ഭൂരിപക്ഷ വർഗീയത തൊടാൻ പറ്റത്തില്ല. കാരണം അതെല്ലാമാണ് സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങളൊന്നും തൊടാൻ പറ്റാതെ എന്നാൽ ചില അടവും തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ച് ഇങ്ങനെ ഉരുട്ടി പോസ്റ്റിൽ ഗുരുവിനെ തെറി പറയും, പിന്നെ ഗുരുദേവൻ കൊള്ളാന്ന് പറയും, മുസ്ലിങ്ങളെ തെറി പറയും, പിന്നെ സദ്ദാം ഹുസൈൻ കൊള്ളാന്ന് പറയും, മുസ്ലിങ്ങളെ വേറെ ഒരിക്കൽ തള്ളിപ്പറയും, പിന്നെ പറയും ഇസ്രായേലിൽ പാലസ്തീൻ നോക്കുമ്പോൾ ഞങ്ങൾ പാലസ്തീൻകാരെ കൂടെ എന്ന് പറയും. ഇങ്ങനെ ഒരു അടവും തന്ത്രവും കാലാകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിലുള്ള അടവും തന്ത്രവും. ആ അടവും തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ട് പോയത്. അങ്ങനെ ഓരോ അടവും തന്ത്രവും പ്രയോഗിക്കും. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അടവും തന്ത്രവും പ്രയോഗിക്കുന്നതിൽ CPM വലിയ പരാജയത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും അവസാനം പ്രയോഗിച്ച അടവും തന്ത്രത്തിലെ അത് പൊളിഞ്ഞ് പപ്പടമായെന്ന് മാത്രമല്ല കേരള സമൂഹം അത് എടുത്തില്ല. പറഞ്ഞു വരുന്ന വി ഡി സതീശന്റെ കഥയാണ്. വി ഡി സതീശൻ 2018 പുനർജനി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി പറവൂറിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് FCRI ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ചുള്ള പണം കുറച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ് പരാതി. അങ്ങനെ കൊണ്ടുവന്ന പണത്തിന് പറവൂരിൽ കുറച്ച് ആളുകൾക്ക് വീടോ പിന്നെ റോഡോ എന്തൊക്കെ വെച്ച് കൊടുത്തു, വീടെന്ന് വെച്ചു കൊടുത്തു. ആ വെച്ചു കൊടുത്തതിനകത്ത് അഴിമതിയുണ്ട്. FCRI പൈസ കൊണ്ടുവന്ന് കട്ടു, മുടിച്ചു, അല്ലെങ്കിൽ മുക്കി എന്നൊക്കെയുള്ളതാണ് കഥ. അപ്പൊ FCRI കോൺട്രിബ്യൂഷനുള്ള ഒരാളിന്റെ ഒരു സംവിധാനത്തിൽ FCRI വരുന്ന പൈസ FCRIയുടെ ലൈസൻസ് പോലെയാണ് FCRIയുടെ കണക്കിൽ ഉൾപ്പെടുത്തി ഇവിടെ വരാൻ പറ്റൂ. അത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ വെട്ടിപ്പും തട്ടിപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പലവട്ടം വിജിലൻസ് കേസ് ഇത് കളഞ്ഞതാണ്. ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി എടുത്ത് ദൂരെ കളഞ്ഞതാണ്. പക്ഷെ വീണ്ടും ഇത് പൊങ്ങി വന്നു. ഇപ്പോഴിതാ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കത്ത്, ഒരു ലെറ്റർ ഗവൺമെന്റിന് കൊടുത്തിരിക്കുകയാണ്. ഇത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് CMന്റെ ആഫീസിൽ നിന്നുള്ള ഇടപെടലായിരിക്കും വിജിലൻസിൽ. പക്ഷേ ഇത് CBI അന്വേഷിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ച് ഇത് CBIക്ക് എഴുതണം. അപ്പോൾ CBI ഇത് പറയണം, ഇത് മെരിറ്റുള്ള ഒരു കേസാണെന്ന് പറഞ്ഞ് CBI എടുത്താലേ CBI എടുക്കാൻ പറ്റില്ല. പറഞ്ഞു, കേരള സ്റ്റേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് CBI എടുക്കത്തില്ല. അപ്പോൾ പക്ഷെ അങ്ങനെ എടുക്കണമെങ്കിൽ CBIക്ക് അതിനകത്തൊരു മെരിറ്റ് തോന്നണം. പക്ഷെ ഇതിനകത്ത് യാതൊരു മെരിറ്റും ഇല്ല എന്നാണ് സതീശനോടൊപ്പം നിൽക്കുന്നവരും അല്ലാതെ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്നവരും ഒക്കെ പറയുന്നത്. ഇതിനകത്തൊരു മെരിറ്റും ഇല്ല. എന്നാലും ഒരു ഓലപ്പാമ്പ് എടുത്ത് ഇടുകയാണ്. കാര്യം എന്താണ്? ഇന്നിപ്പോൾ ജട്ടി കേസ് വളരെ സീരിയസ് ആയി വന്നിട്ടുണ്ട്. ഗവൺമെന്റിനെതിരെ ഇന്നലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തു. കേരള കോൺഗ്രസിന്റെ ആന്റണി രാജുവിനെ എന്തിനു വേണ്ടി, അതവിടെയാണ് VS അച്യുതാനന്ദൻ നേരത്തെ LDFനെ നയിച്ച സമയത്ത് 2016 VS ശക്തമായി പറഞ്ഞു ആന്റണി രാജുവിന് സീറ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കടകംപള്ളി നമ്മുടെ സുരേന്ദ്രൻപിള്ളയ്ക്ക് സീറ്റ് കൊടുക്കുകയും അത് MLA ആവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിനെ തുടർന്ന് ഒരു കാരണവശാലും ആന്റണി രാജുവിന് സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ നിലപാടെടുത്ത ആളാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ കാലം കഴിഞ്ഞതോടുകൂടി കമ്മ്യൂണിസം തീർന്നു എന്ന് പറയുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. VSന്റെ കാലം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസം മരിച്ചു കേരളത്തിൽ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഈ അനഭിമതരായിട്ടുള്ള ആളുകളെയും അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം പോലെ നിയമജ്ഞനാണ് ചെയ്തിരിക്കുന്നത്. നിയമം അറിയാന്നുള്ള ഒരു വക്കീലാണ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയിലെ ഒരു വക്കീലാണ് ചെയ്തത് ആന്റണി രാജു. അപ്പോൾ അത്രയും വലിയൊരു വക്കീൽ ഇത് ചെയ്യുമ്പോൾ, അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് അദ്ദേഹത്തിന് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് VS പറഞ്ഞു. പക്ഷെ VSന്റെ കാലം കഴിഞ്ഞപ്പോൾ മത്സരിച്ചു, മന്ത്രിയായി, പാപിയെ പന പോലെ വളർത്തു എന്ന് പറഞ്ഞതുപോലെ വലിയ സ്ഥാനത്തെത്തിയതിനു ശേഷമാണ് ആന്റണി രാജു വീഴുന്നത്. ആ വീഴ്ച വലിയൊരു വീഴ്ചയായിപ്പോയി. ഇന്നലെ ആളുകൾ കൂകി വിളിക്കുന്നത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. എനിക്കും കൂടി പരിചയമുള്ളൊരു ആളാണ് ആന്റണി രാജു. ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് CPMനും LDFനും വേണ്ടി എന്തോരം ന്യായീകരണമാണ് നടത്തുന്നത്. പക്ഷെ എല്ലാം പപ്പടമായിപ്പോയി. ഇന്നലത്തോടു കൂടി ഇനിയിപ്പം MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ പുറത്താക്കും, രാജിവെക്കാൻ എഴുതി കൊടുക്കും, ഇമെയിൽ വഴിയോ അല്ലാതെ എഴുതി കൊടുക്കും. 6 വർഷത്തേക്ക് ഇനി മത്സരിക്കാനും പറ്റില്ല എന്നുള്ള അതീവ ദുരന്ത നായകനായി ആന്റണി രാജു മാറുന്നു. അങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ചർച്ചയാണ് നടക്കുന്നത്. അതിൻ്റെ വാർത്തകളൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് സതീശന്റെ ബോംബ് കൊടുത്തുകൊണ്ട് വന്നത്. പക്ഷെ അത് ഓലപ്പടക്കം ആയിപ്പോയി.